അല്ല ഇത് അത് ഈ പാട്ട് എനിക്ക് ആദ്യമായിട്ട് ഇതിന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾപ്പിച്ചു തന്നപ്പോൾ തന്നെ അതൊരു ഗൂസ്ബം ആയിട്ടും അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ റിലീസിന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതെനിക്കും പോകുന്ന സമയത്ത് ഭയങ്കര കോമ്പോ ഉണ്ടായിരുന്നു. കാര്യം ഇവരും കൂടെ ഇരുന്ന് തിയേറ്ററിൽ ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുകൊണ്ട് നമ്മൾ ഓൾറെഡി കുറേ ദിവസം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. നമ്മൾ പ്രൊമോഷൻസ് ഒക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടാണ് അതിൽ ഹാപ്പി നോട്ടിൽ പോയതുകൊണ്ട് ആ ഫോം ഇച്ചിരി കുറേ കിട്ടി. പക്ഷെ എന്നാലും ഞാൻ അവിടെ ഉള്ള സമയത്തും ഞാൻ വിളിച്ച് ഞങ്ങൾ അന്വേഷിക്കുന്നതായിരുന്നു. റിലീസിന്റെ അന്ന് തന്നെ ഞാൻ ആ സമയത്ത് ഞാൻ കാര്യങ്ങൾ കൂടി ഒരു VNA ഒരു തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടത്. അതും നല്ലൊരു പാക്ഡ് തിയേറ്ററായിരുന്നു. ഇവിടെ മലയാളികൾ തന്നെയായിരുന്നു അവിടെ. അപ്പോൾ അവിടെയും ഭയങ്കര നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ആ ഒരു ഇവിടെ നിന്ന് കിട്ടാത്ത ആ ഒരു സ്നേഹവും ആ അപ്രിസിയേഷനും അവിടെ കിട്ടി. വലിയ സന്തോഷം. അതല്ലാതെ കുറേ പേര് മെസ്സേജ് അയച്ചു ഒക്കെ അപ്രിഷിയേറ്റ് ചെയ്തു. തീർച്ചയായിട്ടൊക്കെ പറയാനായിരുന്നു. സാധാരണ പടങ്ങളിലൊക്കെ വിളിക്കാത്ത ആൾക്കാരൊക്കെ ഈ പടക്കാരായിട്ട് വിളിച്ചിട്ട് ഞാൻ നന്നായിട്ടുള്ള ചേട്ടനോട് പറഞ്ഞിരുന്നു പറഞ്ഞു തന്നെ സന്തോഷം എന്താ വെച്ചാൽ അത് സിനിമ ഇതിത്തിരി റിസ്കി പരിപാടിയാണ് എന്നുള്ളത് നമ്മൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതിന് മുമ്പേ അറിയാം. ഇവർ പറഞ്ഞപ്പോൾ തന്നെ എനിക്കുണ്ടായിരുന്ന കൺസേൺസ് ഭാഷയും ഞാൻ ഇരിയാട്ടക്കാരനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഞാൻ എനിക്കൊരു തിരുവനന്തപുരം സ്ലാങ് പറയുമ്പോൾ അത് അത്രയും നന്നായാൽ മാത്രമേ എന്നെ അത് അംഗീകരിക്കുള്ളൂ. കാര്യം ഞാൻ അല്ലെങ്കിൽ സാധാരണ സംസാരിക്കുന്ന സംസാര ഭാഷ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് തീർച്ചയായിട്ടും അതെനിക്ക് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർഡിനേഷൻ